മഴ തോരും മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ അലീന ശരണ്യയുടെ വീട്ടിൽ നിന്ന് വരികയാണ്. അപ്പം രോചന ചോദിക്കുന്നുണ്ട്, എന്തിനാ ആ കുട്ടിയുടെ വീട്ടിൽ പോയി, അവർ നമ്മുടെ എതിർ കക്ഷിയല്ലേ, നമ്മൾ അവരുടെ വീട്ടിൽ പോകുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അലീന പറയാണ്, ഞാൻ അതൊന്നും നോക്കുന്നില്ല, ആ കുട്ടിക്കാണ് ഇപ്പോൾ സപ്പോർട്ടിൻ്റെയും മാനസിക പിന്തുണയും വേണ്ടത്, അത് മാത്രമേ ഞാൻ നോക്കുന്നുള്ളെന്ന് അലീന പറയുകയാണ്. ബാലേന്ദ്രൻ അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ഇന്ന് അവിടെ ചെന്നിട്ട് കോളനിക്കാർ പ്രശ്നം ഉണ്ടാക്കിയോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല ചാ, പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല, ഇന്നലെ അവർ ആളുമാറി ചെയ്തതല്ലേ, ഇന്ന് അവർ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. ആ കുട്ടി എന്നോട് സംസാരിച്ച് എണീറ്റ് അതിന് ആഹാരമൊക്കെ വാരിക്കൊടുത്ത് അതിന് ചെറിയ മാറ്റം വന്നാൽ എനിക്ക് വളരെ സന്തോഷമാണെന്ന് പറയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, അതൊക്കെ ശരി തന്നെ, പക്ഷേ നീ എപ്പോഴും സൂക്ഷിക്കണം, അവർ നമ്മൾ എതിർ കക്ഷികളാണ്, നീ ഈ വീട്ടിലെ കുട്ടിയാണെന്നും കൂടെ കാണും, അവരറിഞ്ഞു കഴിഞ്ഞാൽ അവർ നിന്നെ വെച്ചേക്കത്തില്ല, ഇത്രയും നാൾ കള്ളത്തരം പറഞ്ഞതിൻ്റെ പേരിൽ അവർ നിന്നെ ശരിയാക്കുമെന്ന് പറയാണ്. അപ്പോൾ അലീന പറയാണ്, ഇപ്പോൾ അവരെ വീട്ടുകാരോട് എന്നോടുള്ള സമീപനവും മാറിയിട്ടുണ്ട്, ആദ്യമൊക്കെ ആ വീട്ടിൽ കയറാൻ ആരും സമ്മതിക്കത്തില്ലായിരുന്നു, ഇന്ന് അവരമ്മ എനിക്ക് ചോറൊക്കെ വിളമ്പിക്കൊണ്ട് വന്ന് എന്ന് പറയാണ്. അപ്പോൾ സുലോചന പറയാണ്, ആണോ, എന്നിട്ട് അവരെന്താ പറഞ്ഞ്? എനിക്ക് കഴിക്കാൻ ചോറ് കൊണ്ടുവന്നു, പക്ഷേ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു, കാരണം അവരുടെ മോള് ഇനി ഒരിക്കലും പഴയതുപോലെ ജീവിതത്തിലേക്ക് വരത്തില്ലെന്ന് വിചാരിച്ചല്ലേ ഞാൻ ചെന്ന് എന്നോട് സംസാരിക്കുകയും ശരണ്യെ തിരിച്ച് എന്നോട് സംസാരിക്കുകയും കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നപ്പം അവർക്കും ഒരു ആശ്വാസമായി, മാത്രമല്ല എന്നോടുള്ള തെറ്റിദ്ധാരണ മാറിയെന്ന് അലീന പറയാണ്. അപ്പോഴത്തേക്ക് ബബിത അങ്ങോട്ട് വരികയാണ്. ബബിത പറയാണ്, എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും രോഹിയേട്ടൻ്റെ എതിരെ നിൽക്കുന്നവരാണ്, നമ്മുടെ കേസിൽ എതിർ കക്ഷികളാണ്, നീ അങ്ങോട്ട് പോകേണ്ട വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് അലീന പറയുന്നുണ്ട്, ഞാൻ അതൊന്നും നോക്കുന്നില്ല, ആ ശരണ്യയുടെ കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ എന്ന് പറയാണ്. അപ്പം ബാലേന്ദ്രനാണെങ്കിൽ ഒന്നും മിണ്ടായിരിക്കുകയാണ്, കാരണം ബാലേന്ദ്രനും അലീന അങ്ങോട്ട് പോകുന്നത് അത്ര വലിയ ഇഷ്ടമല്ലല്ലോ എന്നുള്ളതുകൊണ്ട് ബാലേന്ദ്രനും ഒന്നും മിണ്ടുന്നില്ല. അപ്പോഴാണ് അവരുടെ എല്ലാ സ്വഭാവം മാറുന്നതിന് നീ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞിട്ട് ബബിത അങ്ങ് പോവുകയാണ്. അതിനുശേഷം കൊല്ലപ്പള്ളിയിലാണ് കാണിക്കുന്നത്. അങ്ങനെ കൊല്ലപ്പള്ളിയിലേക്ക് ബാലേന്ദ്രൻ വരികയാണ്. ശിവശങ്കരനും അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ശിവശങ്കരൻ ചോദിക്കുന്നുണ്ട്, ആ ബാലേന്ദ്രൻ എപ്പോഴാണ് വന്നേ എന്നൊക്കെ ചോദിച്ച് അവർ ഇരുന്ന് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ശിവശങ്കരൻ പറയാണ്, അലീനയാണെങ്കിൽ ശരണയുടെ വീട്ടിൽ പോയ കാര്യം അറിഞ്ഞായിരുന്നു, ആദ്യ ദിവസം ചെന്നപ്പം അവർ ഭയങ്കര ക്രൂരമായി പെരുമാറി എന്നൊക്കെ അറിയാൻ കഴിഞ്ഞതെന്ന് പറയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, അതെ, ആദ്യ ദിവസം ചെന്നപ്പം അവൾ കടപ്പാട്ടൂരിൽ നിന്ന് വന്നതാണെന്ന് അറിഞ്ഞപ്പം തന്നെ അവരെ എല്ലാം കൂടെ അവളെ ഒത്തിരി ഉപദ്രവിക്ക് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാനൊക്കെ നോക്കിയെന്ന് പറയാണ്. പിന്നെയും അവൾ പോയെന്നാണല്ലേ അറിയാൻ കഴിഞ്ഞതെന്ന് ശിവശങ്കരൻ പറയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, ആ അവൾ പോയി, പക്ഷേ പിന്നെ അത് കണക്കുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, കാരണം അവൾ ആ വീട്ടിലെ വേലക്കാരിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നും ഉണ്ടല്ല, അവരുടെ തെറ്റിദ്ധാരണയൊക്കെ മാറിയെന്നാണ് പറഞ്ഞത്, ആ കുട്ടിയോട് സംസാരിച്ചെന്നും അത് പതുക്കെ എണീക്കാനൊക്കെ തുടങ്ങിയെന്ന് അവൾ പറഞ്ഞെന്ന് പറയാണ്. അപ്പോൾ ശിവശങ്കരൻ പറയാണ്, അലീന എന്തായാലും ശരണ്യയുടെ വീട്ടിൽ പോകുന്നുണ്ട്, നമുക്ക് എങ്ങനെയെങ്കിലും അലീനയെ കൊണ്ട് ശരണ്യയോട് സ്വാധീനിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. ബാലേന്ദ്രൻ ചോദിക്കുകയാണ്, എന്താ ശിവേട്ടൻ ഉദ്ദേശിക്കുന്നത്? അലീന ശരണ്യയോടൊന്ന് സംസാരിച്ച് ഈ കേസ് എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പാക്കാൻ പറ്റുമോ? ആ കുട്ടിക്ക് എത്ര കാശ് വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞാലോ എന്ന് ശിവശങ്കരൻ ബാലേന്ദ്രൻ്റെ അടുത്ത് പറയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, ഈ കാര്യം നമുക്ക് അലീനയോട് പോലും പറയാൻ പറ്റത്തില്ല, അലീന അതൊന്നും കേൾക്കത്തില്ല, അവളുടെ ശരണ്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഓർത്താണ് അങ്ങോട്ട് പോകുന്നത്, ഈ കാര്യം എങ്ങാനും അലീനയോട് പറഞ്ഞു കഴിഞ്ഞാൽ അലീന എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല എന്ന് ബാലേന്ദ്രൻ പറയാണ്. അല്ലെങ്കിലും ആ കുട്ടിയുടെ സൈഡിലല്ലേ ശരി, നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് തെറ്റല്ലേ എന്ന് പറയാണ്. എന്നിട്ട് ബാലേന്ദ്രൻ പറയാണ്, ഞാൻ അമ്മയൊന്ന് കണ്ടിട്ട് വരട്ടെ എന്നും പറഞ്ഞ് അകത്തേക്ക് പോവുകയാണ്. മുത്തശ്ശിയാണെങ്കിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് ചെല്ലുമ്പോൾ ബാലേന്ദ്രനെ കാണുമ്പോൾ മുത്തശ്ശിന്ന് വല്ലാതാവുന്നുണ്ട്. ബാലേന്ദ്രന് എപ്പം വന്ന് കുറച്ച് നേരം ആയതേ ഉള്ളെന്ന് ബാലേന്ദ്രൻ പറയുന്നുണ്ട്. എങ്ങനെയുണ്ട് ഇപ്പോൾ, അസുഖങ്ങളൊക്കെ മാറിയോ, കുറവുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയുന്നില്ലേ എന്ന് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്. അറിയുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട്, എന്ത് ചെയ്യാനാ, ഞാനിതൊക്കെ കണ്ടും കേട്ടും ഇങ്ങനെ തന്നെ ഇവിടെ കിടക്കുകയാണല്ലോ, എത്രയും പെട്ടെന്ന് അങ്ങ് വിളിച്ചാൽ മതിയായിരുന്നു ഭഗവാൻ എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശി. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, അങ്ങനെ അത്രയും പെട്ടെന്നൊന്നും അമ്മ ഈ ഭൂമിയിൽ നിന്ന് പോതില്ല, ചെയ്ത പാപങ്ങൾക്കൊക്കെ അനുഭവിക്കണ്ടേ, അതെല്ലാം കൃത്യമായി അനുഭവിച്ചിട്ടേ അമ്മ പോകത്തുള്ളൂ എന്ന് പറയാണ്. അത്തേക്ക് മുത്തശ്ശി ഒന്ന് വല്ലാതാവുന്നുണ്ട്. അങ്ങനെ ബാലേന്ദ്രൻ വന്ന് അടുത്തിരുന്നിട്ട് ചോദിക്കുകയാണ്, മോടെ വിശേഷങ്ങളൊക്കെ അമ്മ അറിയുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ അറിയുന്നുണ്ട്, അവൾ ഹോസ്പിറ്റലിൽ തന്നെയല്ലേ. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, അതുമാത്രമല്ല അങ്ങോട്ടേക്ക് വക്കീലിനെ വിളിച്ച് ഡിവോഴ്സിനെ റെഡിയാവുകയാണ്, ഞാൻ ചെന്ന് ഇടയ്ക്ക് വിളിച്ചായിരുന്നു കടപ്പാട്ടൂരിലേക്ക് വരാൻ, അവൾ വരാൻ തയ്യാറല്ല, അവൾ ഡിവോഴ്സിന് പോവുകയാണെന്ന്, ഇനി എന്നുമായിട്ടൊരു ബന്ധം വേണ്ടെന്നാണ് അവൾ പറയുന്നതെന്ന് ബാലേന്ദ്രൻ പറയാണ്. അപ്പോൾ മുത്തശ്ശി പറയാണ്,
അവളെ പറഞ്ഞ് മനസ്സിലാക്കി വീട്ടിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, അവളോട് ആര് പറയാനാ, ആരെങ്കിലും പറഞ്ഞാൽ അവൾ കേൾക്കുമോ എന്ന് ചോദിക്കുകയാണ്. ഇത്രയും നല്ലൊരു കുടുംബം കിട്ടിയിട്ട് അത് നന്നായിട്ട് ജീവിക്കാൻ പോലും അവൾക്കറിയത്തില്ല. മുത്തശ്ശിയടുത്ത് ബാലേന്ദ്രൻ പറയുകയാണ്, കല്യാണത്തിന് മുമ്പ് പിഴച്ച് പ്രസവിച്ച മോളോട് നല്ലൊരു ഭർത്താവിനെയും നല്ലൊരു കുടുംബവും കിട്ടിയപ്പം എങ്ങനെ ജീവിക്കണമെന്ന് അമ്മ പറഞ്ഞു കൊടുക്കാഞ്ഞെന്താ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്കും മുത്തശ്ശി അങ്ങ് വല്ലാതാവുന്നുണ്ട്. അവളുടെ മുൻകാല കഥകൾ ഇത്രയും ഉണ്ടായിട്ട് എൻ്റെ മുന്നിൽ അവൾ കാണിച്ച അഹങ്കാരത്തിന് എന്തെങ്കിലും കുറവുണ്ടായിരുന്നോ? മോളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഇങ്ങനെ ഒരു ജീവിതം കിട്ടുമ്പോൾ അത് നശിപ്പിച്ച് കളയാതെ അത് ഭദ്രമായി കൊണ്ട് നടക്കേണ്ടത് അവിടെ ഉത്തരവാദിത്തമായിരുന്നു. ഇത്രയൊക്കെ കാണിച്ച് കൂട്ടിയിട്ട് എൻ്റെ മുന്നിൽ കാണിക്കുന്ന അഹങ്കാരം എന്താണ്? എന്നെ അങ്ങ് ഭരിച്ച് ഞാൻ അവിടെ കാൽക്കീഴിൽ കിടന്നതാണ്. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോഴാണ് ഇത്രയും നാൾ ഞാൻ പൊട്ടനായി പോയല്ലോ എന്ന് ഞാൻ ഓർത്തത്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് മുത്തശ്ശി ഇങ്ങനെ തലയും കുനിച്ചിരിക്കുകയാണ്. പിന്നെ ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് അമ്മയുടെ അഹങ്കാരം എന്തായിരുന്നു? സ്വന്തം മോള് തെറ്റും ചെയ്യാത്ത ശീലാവതിയാണെന്നല്ലേ അമ്മ പറഞ്ഞത് എന്ന് ബാലേന്ദ്രൻ ചോദിക്കുകയാണ്. ഇതൊക്കെ കേട്ട് ഒന്നും മിണ്ടാതെ തല കുനിച്ചിരിക്കുകയാണ് മുത്തശ്ശി.